ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് ഈ കാണുന്നത്. ഇൻഷാ അല്ലാഹ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മക്ബറ ഈ പള്ളിയുടെ തൊട്ടടുത്താണ്. നമുക്കറിയാം ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് മുത്തുനബി തങ്ങൾ പ്രവചിച്ചത്, എൻ്റെ കാലശേഷം ഭൂലോകം മുഴുവനും ഇൽമിനാൽ നിറക്കപ്പെടുന്ന ഒരു പണ്ഡിതൻ ജനിക്കാനുണ്ട്, അതെന്റെ കുടുംബത്തിലായിരിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പ്രവചിച്ച വലിയ മഹാനാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. മുൻകാലത്ത് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ മക്ബറയുടെ മുകളിൽ ഒരു കപ്പല് സ്ഥാപിച്ചിരുന്നു, അഥവാ അദ്ദേഹത്തിന്റെ ഇൽമിന്റെ വഴിയെ അളക്കുന്നതായിരുന്നു അത്. അഥവാ അദ്ദേഹം ഇൽമിന്റെ ഒരു ബഹറാണ്, ആ ബഹറിന്റെ മീതെ ഒരു കപ്പൽ എന്നുള്ള നിലക്കായിരുന്നു. ഇന്നതല്ല, ഇൻഷാ അല്ലാഹ് ആ മക്ബറയുടെ പരിസരത്തേക്കാണ് ഞാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. നമുക്കറിയാം വലിയ അദബുള്ള മഹാനായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. തന്റെ ഉസ്താദിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് കിതാബിന്റെ ഏടുകൾ മറിക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചിരുന്നു തന്റെ ഉസ്താദിനെ വല്ല ബുദ്ധിമുട്ടും അതിനാൽ ഉണ്ടാകുമോ എന്ന്. ഒരുപാട് പറയാനുണ്ട്. ഏതായാലും അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മക്ബറയാണ് ഈ കാണുന്നത്. السلام عليكم يا إمامنا الشافعي رضي الله عنه. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇവിടെ വന്ന് കാണാനും സിയാറത്ത് ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.